പൂട്ടോ. താരൻ അത് ഒറ്റ തവണ ചെയ്തിട്ടല്ല പോവുക, നമ്മളൊരു ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുക. അങ്ങനെ ഒരു മാസം ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നിങ്ങളുടെ തലയിൽ താരം പോകും. താരം പോയതിന് ശേഷം മുടി വളർത്താൻ നോക്കിയിട്ട് കാര്യമുള്ളൂ കേട്ടോ. നമ്മൾ മുടി ഒരു മുടിയുടെ കെയറിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് വേറൊരു ചാനലിൽ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല. അതായത് ഡെയിലി എങ്ങനെയാണ് മുടി കെയർ ചെയ്യണതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറേ പേർക്കത് അറിയുന്നത് നല്ലതല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ മുടീനെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് സിമ്പിളായിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. അതായത് മുടി ഇതിങ്ങനെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ മസാജ് ചെയ്യുക, ഒരു 3 മിനിറ്റ് നേരം നമ്മൾ മസാജ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് മുടി പെട്ടെന്ന് വളരണം, മുടിക്ക് നല്ല ഉള്ളു വേണം, നല്ല നീളം വേണം, മുടിയിൽ താരനില്ലാതിരിക്കണം. അതൊക്കെ താരനില്ലാതിരുന്നാലാണ് മുടി എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ താരം പോവാനായിട്ട് നമ്മൾ നമ്മുടെ തൈരിൽ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് തലയിൽ ഇടയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് വെച്ചെങ്കിൽ താരൻ എന്തായാലും പോകും കേട്ടോ. താരൻ അത് ഒറ്റ തവണ ചെയ്തിട്ടല്ല പോവുക, നമ്മളൊരു ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുക. അങ്ങനെ ഒരു മാസം ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നിങ്ങളുടെ തലയിൽ താരം പോകും. താരം പോയതിന് ശേഷം മുടി വളർത്താൻ നോക്കിയിട്ട് കാര്യമുള്ളൂ കേട്ടോ. നമ്മൾ മുടി പിന്നെ എപ്പോഴും തലയോട്ടിയിൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ എപ്പോഴും അല്ല, ഒരു ദിവസത്തിൽ 2 നേരമെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ തന്നെ വീട്ടിലിരിക്കുന്നവരാണ്, പുറത്ത് പോകണില്ല വെച്ചെങ്കിൽ അവർക്ക് സുഖമാണ്. കാരണം ഡെയിലി ഒരു 5-6 തുള്ളി കേട്ടോ, 5-6 തുള്ളി മതി വെളിച്ചെണ്ണ. എന്താണ് നിങ്ങൾ കാച്ചെണ്ണ തേക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലാണെന്ന് വെച്ചെങ്കിൽ അതുകൊണ്ട് ഒന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര റിസൾട്ടാണത് മുടി വലുതാവാനായിട്ട്. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അത് മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ടും മസാജ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതായത് ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക, മുടി ഇൻവേർഷൻ മെത്തേഡിലിട്ടിട്ട് മസാജ് ചെയ്യുക. പിന്നെ അതുപോലെ ജട തീർക്കുക നന്നായിട്ട്. ജട തീർത്തതിന് ശേഷം കോമ്പ് ഞാനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, നല്ല പല്ലകലമുള്ള കോമ്പ് കൊണ്ട് മുടി ഇങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മുടി ഇങ്ങിട്ടതിന് ശേഷം മുടി വേറെടുത്തിട്ട് 2 ഭാഗത്തും ഇട്ടിട്ട് മുടി വേറെടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടി ഒരു പല്ലകലമുള്ള കോമ്പ് കൊണ്ട് മുടിയിലെ ജടക്കെട്ടൊക്കെ കളഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ വെച്ചാൽ മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് മുടി പുതിയത് വരും ചെയ്യും. ഉള്ള മുടി നല്ല നീളം വയ്ക്കും. നീളം വയ്ക്കുമ്പോൾ എന്താ പ്രത്യേക ഗുണം എന്നറിയും നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. മുടി നീളം വയ്ക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെട്ടാൻ പറ്റും. മുടി നീളം വെക്കാത്ത മുടിയാണെങ്കിൽ നമുക്ക് വെട്ടി കളഞ്ഞാൽ പിന്നെ നമുക്ക് വളരില്ലല്ലോ, അപ്പോൾ അവിടെ തന്നെ നിൽക്കും, അപ്പോൾ അത് വളരില്ല. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മൾ ഇതിനെ വളർത്താനായിട്ടാണ് ഈ മസാജിങ് കൊടുക്കണത്. ഓയിൽ മസാജും നമ്മൾ സാധാരണ മസാജും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് പെട്ടെന്ന് നീളം വയ്ക്കും. നീളം വയ്ക്കുമ്പോൾ നമുക്ക് ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ മുടി ഇത്ര നീളം, ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വെച്ച് വെട്ടി കൊടുക്കുക മടിയിൽ. ഈ വെട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് മുടി നല്ല കട്ടിയിൽ വളരും. മുടിക്ക് വെട്ടി കൊടുക്കുമ്പോൾ അവിടെ ചെടി വെട്ടുമ്പോഴല്ലേ ചെടി അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും ചെടി. അത് ഒരു പാകത്തിന് വെച്ചിട്ട് നമ്മളൊന്ന് പ്രൂൺ ചെയ്യാന്ന് പറയും. ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും പുതിയ ചില്ലകൾ വരും. അതായത് അതിനുള്ള കരുത്ത് ആ തണ്ടിനുണ്ട്. അതുപോലെ നമ്മുടെ തലയ്ക്കും ഇങ്ങനെ മുടി വളരാനുള്ള ഒരു കരുത്തുണ്ട്. നമ്മൾ ഇനങ്ങാണ്ട് വെച്ച് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ മുടിയുടെ അടിഭാഗം അങ്ങനെ നേർത്തിട്ട് കുറച്ചിങ്ങനെ നീണ്ടു വരും. പക്ഷെ അതല്ല ഭംഗി. മുടിയുടെ തുമ്പ് നമ്മൾ 2 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം വെച്ചെങ്കിൽ നമ്മൾ വളർത്തണം മുടീനെ. എന്നാലേ വെട്ടിക്കൊടുക്കണമെങ്കിൽ വളർത്താണ്ട് വെട്ടാൻ പറ്റില്ല, അപ്പം മുടി നീളം കുറഞ്ഞു വരും. എന്നിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് മുടി വളർത്തി കൊണ്ടുവന്നിട്ട് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മുടി നല്ല ലെങ്ത്തും വരും, നല്ല കനവും വരും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഇപ്പോഴും ഞാൻ ഇപ്പോഴും ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. മുടീനെ ഒരുപാട് നീളം വെപ്പിക്കില്ല, അരവരെ നീളം അത് നല്ല പാകത്തിനാക്കി വെട്ടും. അപ്പോൾ ഉള്ളത് നല്ല കനം പോവാതിരിക്കും. എൻ്റെ മുടി എന്തെങ്ങനെ കനം ഇപ്പോഴും ഉണ്ടല്ലോ എന്താണെന്ന് ചോദിക്കുന്നോട് പറയും. പക്ഷേ അതാണ് 2 മാസം 1.5 മാസം കൂടെ മുടി വെട്ടും. അപ്പോൾ അത് മുടി വെട്ടണത് നിങ്ങൾക്ക് മുടിയുള്ള കാരണമല്ലേ ചോദിക്കും. മുടി ഉണ്ടാവുന്നത് മുടീനെ നമ്മൾ സംരക്ഷിക്കുന്ന കാരണം. അതല്ലാതെ 30-35 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മുടി ഉണ്ടാവാൻ പാടാണ്. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്കുണ്ടാവുള്ളൂ. പക്ഷേ മുടി വളരണത് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഒന്നാമത് നമ്മൾ കഴിക്കുന്ന ഫുഡുണ്ടല്ലോ, കഴിക്കുന്ന ഫുഡ് വാരി വലിച്ച് ചോറും കറിയും മാത്രം കഴിക്കാതെ നല്ല വില പിടിച്ച സാധനങ്ങൾ വേണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് ഇതൊക്കെ കുറച്ച് അത് കൊടന്ന് വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ കഴിക്കുക. ഓരോന്ന് കഴിച്ചാലും മതി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അതൊക്കെ കഴിക്കുക. കോഴിമുട്ട കഴിക്കുക. അതിന് കോഴിമുട്ടയ്ക്കൊന്നും ഒരുപാട് കാര്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കോഴിനെ വളർത്താലും. എഗ്ഗ് കഴിക്കുക. പിന്നെ നല്ലോണം വെള്ളം
വെള്ളം കുടിക്കുക, ചെറുനാരങ്ങ നീര് വെള്ളത്തിൽ പിഴിഞ്ഞൊഴിച്ചിട്ട് മധുരം ചേർക്കാതെ കുടിക്കുക. ഇതൊക്കെ വൈറ്റമിൻ സിയുടെ ഏറ്റവും നല്ല സാധനങ്ങളാണ്. അത് കഴിക്കുക. പിന്നെ ചീര, അത് ഇല്ലാത്ത സമയം ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ. ചീര മുടിക്ക് ഏറ്റവും അത്യാവശ്യം സ്കിന്നിന്. ചീര ഞാൻ എപ്പോഴും വെച്ച് പിടിപ്പിക്കും. മരം പോലെയാണ് ചീര നിൽക്കുന്നത്. അത് വെട്ടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ പിന്നെയും കൊമ്പ് വരും. അല്ലാണ്ട് അങ്ങനെ പറിച്ച് കളയില്ല. അപ്പോൾ അതുമെന്ന് നമുക്ക് ആഴ്ചയിൽ 3-4 വട്ടക്കിന് ചീര കഴിക്കുക. ഇതൊക്കെയാണ് വേണ്ടോ, അല്ലാണ്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നും നമുക്കൊരു സാധനം നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കഴിക്കേണ്ട സാധനങ്ങൾ പറഞ്ഞു, കുടിക്കേണ്ട സാധനങ്ങൾ അത്യാവശ്യമുള്ളത് പറഞ്ഞു. തക്കാളിയൊക്കെ നല്ലതായിട്ടാണ് കഴിക്കേണ്ടത്. തക്കാളിയൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളിയൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാം. പിന്നെ മുടി നന്നായിട്ട് ഇതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം മുടിയിൽ നല്ല പോലെ, അതായത് എണ്ണ ചൂടാക്കിയിട്ട് ഫുള്ള് മസാജ് ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസമൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഒരു 15 ദിവസം കൂടുമ്പോൾ ചെയ്യുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു 10 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൂടുമ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ചെമ്പരത്തി താളി ആണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ചെയ്യണതാണ് ഞാൻ പറയുക കേട്ടോ. ചെമ്പരത്തി താളി വേണമെങ്കിൽ അതിൽ കുറച്ച് അലോവേരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് തലയോട്ടിയിലും തലയിലും മുടിയിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ മറ്റ് ശരീരമൊക്കെ ഒന്ന് തേച്ചൊരച്ച് കുളിക്കാനായിട്ടിരിക്കുക. ആ ദിവസം നമ്മൾ ഫ്രഷായിട്ട് എല്ലാവരും തേച്ചൊരച്ച് ഭംഗിയാക്കുക. അപ്പോൾ ഒരു 10 ദിവസം കൂടുമ്പോൾ എന്നും കുളിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ കുളിക്കുക. അപ്പോൾ നമ്മുടെ തലമുടിയിൽ അതൊക്കെ പിടിക്കും. എന്നിട്ടത് കഴുകി കളയുക. അതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നമുക്കതിന് ശേഷം നമുക്ക് അലോവേരയുടെ ജെല്ലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വിറ്റമിൻ ഇ ഓയിലോ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ മുഖത്തൊക്കെ പറ്റാൻ വെച്ചിട്ടുള്ള ആ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് നമ്മുടെ തലമുടിയിലൊക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ട് അപ്ലൈ, മുടിയിൽ തുമ്പത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനെസ് മാറിക്കിട്ടും കേട്ടോ. അതെന്തായാലും താളി തേച്ച് നിങ്ങൾ ചെയ്യണം. പിന്നെ ഷാമ്പു നിങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങളുടെ മുടി എന്നും ഒരുപോലെ ഇരിക്കും. നല്ല കൂടി വരും. ഷാമ്പു ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുടി പോണതിന് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക, മുടി വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റൈസ് വാട്ടർ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ഒന്നുകിൽ വെള്ളത്തിലിട്ട്, അത് ഞാൻ ഇത്തിരി കുറവേ ചെയ്യുള്ളൂ. അതായത് അരി വെള്ളത്തിലിട്ടിട്ട് അത് പുളിപ്പിച്ചെടുക്കുന്നത്. ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അരി തിളച്ച് വരുമ്പോൾ ആ ഒരു നന്നായി കുറുകി വരുന്നേക്കാൾ മുന്നേ തിളച്ച് വരുമ്പോൾ തന്നെ കഞ്ഞിവെള്ളം എടുക്കും. ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് പിറ്റേ ദിവസം അത് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് സ്പ്രേയറിലാക്കിയിട്ട് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് മസാജ് ചെയ്തിട്ട് അത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കും. ശരിക്കും പറഞ്ഞാൽ അത് മുഖത്തും ചെയ്യാം കേട്ടോ. നല്ലതാണ് മുഖത്തും ചെയ്യണത്. ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ മുടി വളരാനായിട്ട്. ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരും. ഞാൻ ഇനിയും പറയാനുണ്ട്, പക്ഷേ വീഡിയോ ലെങ്ത്തായി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കും. റൈസ് വാട്ടർ, താളി, എണ്ണ, ഓയിൽ മസാജ്, താരം പോവാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ല മാറ്റം വരും. മുടി കൊഴിച്ചിൽ നിൽക്കുക, മുടി ഡ്രൈ ആവാണ്ട് നിൽക്കുക, തലയിൽ താരൻ മാറുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് ഉണ്ടാവും. മുടി കൊഴിയാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മുടി കൊഴിയില്ല. ഈ റൈസ് വാട്ടറൊക്കെ മുടി കൊഴിയണതിന് ഏറ്റവും നല്ലതാണ്. പുതിയ മുടി കിളിർത്ത് വരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ പറയാറുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ലൈക്കായിട്ടോ എന്താ പറയുക കമൻറ്റായിട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ സംശയം വെച്ചെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം. ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, ബൈ.